സ്വതന്ത്ര ലബ്ധിക്കിപ്പുറം ഒരു സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കറുത്ത അധ്യായം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കറുത്ത ഏടുകൾ നമ്മുടെ ജനാധിപത്യത്തിന് മേലെ ഏൽപ്പിച്ച പ്രഹരത്തിന് ഇന്ന് 50 ആണ്ടാണ്. ഇന്ന് നിന്ന് പുറകിലേക്ക് ഒരു 50 വർഷം നമ്മൾ ചരിത്രത്തിലേക്ക് സഞ്ചരിച്ചാൽ 1975 ജൂൺ 25-നാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഇന്ത്യയുടെ ഭരണഘടനയുടെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ഫ്രീസറിൽ വെച്ച് അടയ്ക്കപ്പെട്ട, പറയുവാനും ചോദിക്കുവാനും അറിയുവാനുള്ള അവകാശത്തെ താക്കോൽ കൊണ്ട് പൂട്ടി ബന്ധിപ്പിച്ച ഒരു നീചയായ ഭരണകർത്താവിന്റെ, ഒരു നീചയായ ജനപ്രതിനിധിയുടെ താണ്ഡവത്തിന്റെയും അഴിഞ്ഞാട്ടത്തിന്റെയും കഥ തുടങ്ങുന്നത് ഈ പറഞ്ഞ 1975 ജൂൺ 25-നാണ്. ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ നാട്ടിൽ പ്രഖ്യാപിക്കുവാനുണ്ടായ കാരണം ഒരു ഭരണകർത്താവിന്റെ സ്വേച്ഛാധിപത്യത്തെയും ഒരു ഭരണകർത്താവിന്റെ തെറ്റായ കീഴ്വഴക്കത്തെയും ചോദ്യം ചെയ്തു എന്ന ഒറ്റ കാരണം മാത്രമാണ്. 1971 നടന്ന ഇലക്ഷനെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയും കൂട്ടരും നേരിട്ടത് അന്നത്തെ ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ചാണെന്ന രീതിയിൽ അന്നൊരു കേസ് കൊടുക്കുകയുണ്ടായി. 1971 നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരുന്നത് രാജ് നാരായണൻ എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിയിലെ, അതായത് അന്ന് റായ്ബേരയിൽ നിന്നും ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച രാജ് നാരായണനാണ് അന്ന് ആ കേസ് കൊടുത്തിരുന്നത്. 1975 ജൂൺ 12-ന് അലഹാബാദ് ഹൈക്കോടതി അതിനൊരു വിധിയും പ്രഖ്യാപിച്ചു. 6 വർഷത്തേക്ക് ഈ പറയുന്ന പാർലമെന്റിലേക്കുള്ള എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ധാർഷ്ട്യത്തിന്റെ മുഖത്തിന് അന്നേറ്റ പ്രഹരമായിരുന്നു ജൂൺ 12-ന് ഹൈക്കോടതി, അലഹാബാദ് ഹൈക്കോടതി പ്രഖ്യാപിച്ച ആ ഒരു വിധി. എല്ലാ തരത്തിലുള്ള പറയുന്ന അലങ്കാരങ്ങളും എല്ലാ തരത്തിലുള്ള ജനം ചാർത്തിക്കൊടുത്ത എല്ലാ പട്ടങ്ങളും എടുത്തു മാറ്റിയിട്ട് 6 വർഷം തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ പാടില്ല എന്നൊരു വിധിയാണെന്ന് ഹൈക്കോടതി, അലഹാബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ ഇന്ദിരാഗാന്ധി അപ്പീലിന് പോയി ഇന്ദിരാഗാന്ധിക്ക് ഈ പറയുന്ന ജൂൺ മാസം തന്നെ 24-ാം തീയതി ഒരു ഈ പറഞ്ഞ വിധിയെ നിർത്തിക്കൊണ്ട്, അതായത് ഈ വിധിയെ ഒന്ന് തൽക്കാലം സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു വിധി വന്നു. ഈ പറഞ്ഞ ജൂൺ 12-ന് ഹൈക്കോടതി, അലഹാബാദ് ഹൈക്കോടതി പ്രഖ്യാപിച്ച ആ വിധിക്ക് ജൂൺ 24-ന് സുപ്രീം കോടതി ഒരു വിധി വന്നു. ഈ പറഞ്ഞ വിധി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതിനപ്പുറം അന്ന് തന്നെ ഈ പറയുന്ന ഡൽഹി മൈതാനത്ത് ഒരു വലിയൊരു പ്രകടനം നടക്കുകയുണ്ടായി. ആ വിധിക്കെതിരെയായിരുന്നു ആ പ്രകടനം. ഒട്ടുമിക്ക ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ സംഘടനകളും ആ പറഞ്ഞ പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടു. അതിശക്തമായ വിധം ആളുകളെ കൂട്ടി, ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് അന്ന് ഡൽഹി തെരുവുകളിൽ വലിയ രീതിയിലുള്ള പ്രകടനമാണ് പ്രതിപക്ഷ സംഘടനകൾ നടത്തിയത്. എന്തോ ഭയം മണത്ത ഒരു അധികാരത്തിന്റെ, തന്റെ കയ്യിലിരിക്കുന്ന അധികാരത്തിന്റെ അമ്പ് തന്റെ കയ്യിൽ നിന്നും പോകുമോ എന്ന ഒറ്റ ഭയത്തിന്റെ പുറത്ത് ഒരു ജനതയെ ഒന്നടങ്കം, ഒരു രാജ്യത്തിനെ ഒന്നടങ്കം ഒരു ക്രൂരതയുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കും വിധം ആരും അറിയാതെ, പാർലമെന്റ് വിളിച്ചു കൂട്ടാതെ, ക്യാബിനറ്റിലെ മന്ത്രിമാർ പോലും അറിയാതെ ഈ പറഞ്ഞ സ്വേച്ഛാധിപത്യത്തിന്റെ, ഈ പറഞ്ഞ ധാർഷ്ട്യത്തിന്റെ, അധികാരത്തിന്റെ ഹുങ്ക് വെച്ച്, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരുന്നത് രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ യുദ്ധം നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ഭരണഘടനയിൽ ഇന്ന് ഈ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-ന് അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ച ആ അടിയന്തരാവസ്ഥയ്ക്ക് ഒരു ഭരണകർത്താവിന്റെ ധാർഷ്ട്യത്തിനും ഒരു ഭരണകർത്താവിന്റെ മുന്നോട്ടുള്ള ഭരണത്തിന് മേൽക്കുന്ന പ്രഹരത്തിനെ തടയിടുവാൻ വേണ്ടി ജനത്തിനു മേലെ അടിച്ചേൽപ്പിച്ച ഒരു അവകാശ ലംഘനമായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ. അന്ന് അർദ്ധരാത്രി രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലിയെ കൊണ്ട് രാജ്യത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല ആ പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു കൊടിയ ചതി നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്കപ്പുറം ഇന്ത്യയിൽ അരങ്ങേറുന്നുണ്ടെന്ന്. ആ രാത്രിക്കപ്പുറം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെ അറസ്റ്റിലായി. വാജ്പേയി, LK അദ്വാനി, അങ്ങനെ ഇടത് സംഘടനകളുടെ നേതാക്കന്മാർ ഇങ്ങ് കേരളത്തിൽ എന്തിനേറെ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെ തടവറയിൽ അകപ്പെട്ടു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയരായി. കോഴിക്കോട് ഒരച്ഛൻ ഇന്നും
ആ മകന് വേണ്ടി കരയുന്നുണ്ട്. ഒരു നാടൊന്നടങ്കം ഇന്നും വിലപിക്കുന്നുണ്ട് രാജൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി. ജയിലറയ്ക്കുള്ളിൽ അന്ന് കൊടിയ പീഡനങ്ങൾക്കും കൊടിയ തേർവാഴ്ചകളും നടന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും അനിഷേധ്യനായ നേതാവായിരുന്നു കെ കരുണാകരൻ. കെ കരുണാകരന്റെ പോലീസ് അന്ന് കേരളത്തിൽ നരനായാട്ട് നടത്തി. ഇന്ദിരയുടെ കൂലിപ്പട്ടാളം അന്ന് തെരുവുകളിൽ സാധാരണക്കാരെ പിച്ചു ചീന്തി. എന്തിനേറെ ചെറുപ്പക്കാരെ വന്ധീകരണം പോലും ചെയ്തു. തെരുവുകൾ ഒന്നടങ്കം ഇന്ദിര അനുകൂലികൾ പൂണ്ടു വിളയാടി. അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ജയിലിലടയ്ക്കുവാനും കയ്യാമങ്ങൾ വെക്കുവാനും സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ വാമൂടിക്കെട്ടുവാനും മാധ്യമ സ്വാതന്ത്ര്യത്തെ പ്രധാനമന്ത്രിയുടെ ഫ്രീസറിൽ വെച്ചടയ്ക്കുവാനും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി ഒരു തരത്തിലുള്ള ഇളവും കൊടുത്തിരുന്നില്ല. അത്തരത്തിൽ ഒരു മൂകമായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയും അധികാരത്തെയും അവകാശത്തെയും അടിച്ചമർത്തി ഒരു ഭരണകൂട തേർവാഴ്ച തന്നെ 1975 മുതൽ 1977 വരെ നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറി. നീണ്ടുനിന്ന 631 ദിനരാത്രങ്ങൾ, 21 മാസങ്ങൾ. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അവസാനിക്കുന്നത് 1977 മാർച്ച് 21 അതുവരെ ഇന്ദിരയുടെ പട്ടാളം അല്ലെങ്കിൽ ഇന്ദിരയുടെ കൂലികൾ, ഇന്ദിരയുടെ മകനായ സഞ്ജയ്, ഇവർ അന്ന് നാട്ടിൽ ഇന്ത്യയുടെ മണ്ണിൽ അഴിഞ്ഞാടിയതും ബുൾഡോസർ വെച്ച് തെരുവുകളെയും ചേരികളെയും ഉന്മൂലനം ചെയ്തതും ഇന്നും മറക്കാതെ നിൽക്കുന്ന ചരിത്രത്തിന്റെ ഏടുകളാണ്. നമ്മുടെ നാട്ടിലേക്കപ്പെട്ട കളങ്കമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോഴും ആ കണക്ക് കൂട്ടലുകൾ വെച്ച് 2025 വാർഷികം ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ ഇരുണ്ട അധ്യായത്തിലെ ഈ 631 ദിവസം ക്രൂരതയുടെയും കൊടിയ നീചമായിട്ടുള്ള അധിനിവേശത്തിന്റെയും ഒരു കഥയാണ് ഇന്ത്യക്ക് ആ ഒരു ചരിത്രത്തിൽ പറയുവാനുള്ളത്. അമ്മയെ നഷ്ടമായവർ, സഹോദരിയെ നഷ്ടമായവർ, പെറ്റമ്മയെ നഷ്ടമായവർ, അങ്ങനെ എത്രയോ പേർ ഈ നാട്ടിൽ അനാഥരായി. സഹോദരനെയും സഹോദരിയെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും കൺമുന്നിൽ തന്നെ പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ നരനായാട്ട് നടക്കുമ്പോഴും ആ അധികാരത്തിന്റെ തൊപ്പി വെച്ച് അധികാരത്തിന്റെ ഗർവിൽ ഒരു കുടുംബം നമ്മുടെ ഇന്ത്യയെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇന്ന് നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി വാക്കുകൾ കൊണ്ട് ഘോരഘോരം അടിയന്തരാവസ്ഥയാണ്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നാട്ടിലെന്ന് പറയുമ്പോൾ പുച്ഛമാണ് നേതാവേ നിങ്ങളുടെ പൂർവികരെ ഓർത്ത്. ചരിത്രം ഒരിക്കലും മറക്കുവാനുള്ളതല്ല, ചരിത്രം എപ്പോഴും രേഖപ്പെടുത്തുവാനുള്ളതാണ്. അന്ന് തടവറയിലിട്ട് നീചമാം വിധം തല്ലിത്തഴച്ച നേതാക്കന്മാർ ഇന്നും ഈ നമ്മുടെ നാടുകളിലുണ്ട്. അന്ന് ജയിലറകളിലിട്ട് ക്രൂരമായി മർദ്ദനങ്ങൾ ഇരയാക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും നമ്മളുടെ ഇടങ്ങളിലുണ്ട്. അന്ന് കിട്ടിയ ഭയം അവരുടെ കണ്ണുകളിൽ ഇന്നുമുണ്ട്. അതിന്റെ 50-ാം ആണ്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെടുത്തപ്പോൾ ഒരു രാജ്യത്തിനെ ഒന്നടങ്കം ഒരു ഭരണകർത്താവിന് തന്റെ കൈക്കുള്ളിലാക്കാൻ സാധിച്ചു എങ്കിൽ നമ്മൾ ഭയക്കുക തന്നെ വേണം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു വട്ടമെങ്കിലും, ഒരു വേഴവട്ടക്കാലം തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയക്കണം. നമ്മൾ ഭയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ നമ്മൾ മുറുകെ പിടിക്കുന്ന നമ്മുടെ അവകാശത്തിന്റെയും പറയുവാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ തുടരുക തന്നെ ചെയ്യും. കയ്യാമങ്ങൾ വെക്കുമ്പോഴും കയ്യാമങ്ങൾ വെച്ച് ജയിലറകളിൽ കൊണ്ടിട്ട് ഉരുട്ടിക്കൊല്ലുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല വരും തലമുറ ഇത് പിന്നെയും ഏറ്റു പറയുമെന്നും വരും തലമുറ ഇതിനെക്കുറിച്ച് പിന്നെയും ചർച്ചകൾ നടത്തുമെന്നും. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ, പുതിയ രാഷ്ട്രീയത്തിൽ, പുതിയ രാഷ്ട്രീയ അവബോധത്തിൽ പ്രബുദ്ധരായ ഓരോ ഇന്ത്യനും തിരിച്ചറിയുക, നമ്മുടെ പൂർവികരെയും നമ്മുടെ പൂർവികര സ്വാതന്ത്ര്യത്തെയും തല്ലിച്ചതച്ച ഒരു കൂട്ടർ ഇന്നും നമുക്കിടയിലുണ്ട്. അതും പറഞ്ഞു വേണം നമ്മൾ കടന്നു പോവാൻ. വർഗീയ കാട്ടുകൾ നമ്മൾ തുറന്നു കാണിച്ചാലും, എത്ര വർഗീയ കക്ഷികളെ നമ്മൾ തടഞ്ഞു നിർത്തിയാലും ഈ പറഞ്ഞ നീചപാതകവും കൂടി നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ ഒരു നശിച്ച ആ കൊടിയ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ, ഇന്ന് 50-ാം വർഷം അത് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ഒരു ചൂണ്ടുവിരൽ വെച്ച് ചോദിക്കുക, നമ്മൾ ഇപ്പോഴും
സ്വതന്ത്ര ഭാരതത്തിലാണോ ജീവിക്കുന്നതെന്ന്. മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.